വാണിജ്യ സിലിണ്ടറിന്റെ വില കൂട്ടിയതിനു പിന്നാലെ സാധാരണക്കാരന് ഇരുട്ടടിയായി ഗാർഹിക സിലിണ്ടറിനും ഇന്ധനവിലയിലും വർധനയ്ക്ക് സാധ്യത. പെട്രോൾ ഡീസൽ വിലയിൽ 5 രൂപ വരെ വർദ്ധിച്ചേക്കും. ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായ വർധന ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിനുമേൽ സമ്മർദ്ദം ശക്തമാക്കുകയാണ് എണ്ണ കമ്പനികൾ. പാചകവാതക വില കുറച്ചില്ല എങ്കിൽ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാണിജ്യ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ കൂട്ടിയപ്പോഴേ ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക വിലയിലും പെട്രോൾ ഡീസൽ വിലയിലും വർധന ഉണ്ടാകുമെന്ന ആശങ്ക ഉയർന്നതാണ്. എന്നാൽ അധികം വൈകാതെ അതുണ്ടാകുമെന്നാണ് വിവരം. വില വർധനവിനുള്ള സാധ്യത കേന്ദ്ര സർക്കാർ തള്ളിക്കളയുന്നുമില്ല. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 4 മുതൽ 5 രൂപ വരെ വർദ്ധിപ്പിച്ചേക്കും. പാചകവാതക സിലിണ്ടറിന് 40 മുതൽ 50 രൂപ വരെയും കൂട്ടും. ആഗോള വിപണിയിൽ ബാരലിന് $126 വരെ ഉയർന്ന ക്രൂഡ് ഓയിൽ വില ഇപ്പോൾ $113. കനത്ത നഷ്ടം നികത്താൻ വിലവർധനവല്ലാതെ മറ്റു മാർഗമില്ലെന്ന നിലപാടിലാണ് എണ്ണ കമ്പനികൾ. ഇന്ധനവില വർദ്ധിപ്പിച്ചാൽ അവശ്യ സാധനങ്ങളുടെ വിലയും കൂടും. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്നത് നല്ല നാളുകളല്ലെന്ന് ചുരുക്കം. അതേസമയം വാണിജ്യ സിലിണ്ടറുകളുടെ വില കൂട്ടിയതിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് ഹോട്ടൽ വ്യാപാരികൾ. ബുധനാഴ്ച ഹോട്ടലുകൾ അടച്ചിട്ട് സൂചനാ സമരം പ്രഖ്യാപിച്ച ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അനുകൂല നടപടിയില്ലെങ്കിൽ അനിശ്ചിതകാല സമരമെന്ന നിലപാടിലാണ്. വില വർധനവിനെതിരെ ഗ്യാസ് സിലിണ്ടർ സ്ട്രക്ചറിൽ വെച്ചായിരുന്നു ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പാലക്കാട്ട് പ്രതിഷേധം. ശക്തമായ പ്രതിഷേധം തന്നെ. ജീവിക്കാൻ വഴിയില്ലാത്തൊരവസ്ഥയായിരിക്കാണ്. ഞങ്ങൾ പൊറുതി മുട്ടി. എങ്ങനെയാണ് ഈ പ്രതിസന്ധി മറികടക്കാൻ അറിയില്ല. എന്നിട്ട് എവിടെ കൊണ്ട് അവസാനിക്കുന്നു അറിയില്ല. വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ നട്ടുച്ച നേരത്ത് ഞങ്ങൾ ഹോട്ടലുകാർക്ക് കടയിൽ കച്ചവടം നോക്കേണ്ട ദിവസം ഇങ്ങനെ തെരുവിലിറങ്ങേണ്ടി വരുമോ? 6-ാം തീയതി നമ്മൾ സംസ്ഥാനം ഒട്ടാകെ പണി കൊടുക്കുകയാണ്. ഇതൊക്കെ സർക്കാരുകൾ കണ്ണു തുറന്ന് കാണണം. സർക്കാരുകൾ ഇതിനു വേണ്ടിയുള്ള പ്രതിവിധി ഉണ്ടാക്കണം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെ പാചകവാതകത്തിന്റെ ലഭ്യത ഹോട്ടൽ മേഖലയെ ബാധിച്ചിരുന്നു. ഇപ്പോൾ വിലയും ഒറ്റയടിക്ക് കൂട്ടിയതോടെ ചെറുകിട സ്ഥാപനങ്ങൾ പലതും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.